എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ കൃഷ്ണ, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്കിൻ ക്വസ്റ്റ് സ്കിൻ ക്ലിനിക്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്കിൻ ടാഗുകളെ കുറിച്ചാണ്. വളരെ സാധാരണയായി കാണുന്ന ഒരു ത്വക്കിൻ്റെ പ്രോബ്ലം ആണല്ലോ സ്കിൻ ടാഗുകൾ. എന്താണിത്? നിരുപദ്രവകരമായ സ്കിന്നിലൊരു ഗ്രോത്താണിത്. കൂടുതലും അഡൽസിലും കുറച്ചും കൂടെ പ്രായം ചെന്നവരിലൊക്കെയാണിത് കാണാറ്. പൊണ്ണത്തടി, പ്രമേഹം, കൊളസ്ട്രോൾ ലെവൽ കൂടുതലാവുക, അതുപോലെ ഹാർട്ട് ഡിസീസ്, ഇങ്ങനെയൊക്കെ ഉള്ളവരിലാണ് ഇതിൻ്റെ സാധ്യത കൂടുതലായിട്ട് ഉള്ളത്. ഈ സ്കിൻ ടാഗുകൾ പല തരത്തിൽ വരാം. ത്വക്കിൻ്റെ നിറത്തിലോ അല്ലെങ്കിൽ കറുത്തിരുണ്ടോ ഒക്കെ വരാം. ചെറിയൊരു തണ്ടോടെ, അതായത് സ്റ്റോക്കോട് കൂടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇത് യൂഷ്വലി കാണാറ്. അതില്ലാതെയും ഉള്ള ടൈപ്പുകളും ഉണ്ട്. ഇത് കൂടുതലായിട്ട് കാണുന്നത് കഴുത്ത്, കക്ഷം, തൊടയിടുകൾ ഈ സ്ഥലങ്ങളിലാണ്. ഇതൊരു കോസ്മെറ്റിക് പ്രശ്നം മാത്രമാണ്. ഇത് നീക്കം ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില കേസുകളിൽ ഈ സ്കിൻ ടാഗുകൾ ട്വിസ്റ്റ് ചെയ്ത് ഇൻഫ്ലെയിംഡ് ആവാം. അപ്പോൾ നമുക്ക് നല്ല വേദനയും ചുമപ്പും പഴുപ്പും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഇത് നിർബന്ധമായി നീക്കം ചെയ്യണം. അല്ലെങ്കിൽ നീക്കം ചെയ്യണം നിർബന്ധമില്ല. കോസ്മെറ്റിക് പ്രോബ്ലം മാത്രമാണിത്. ഇതെങ്ങനെ സുരക്ഷിതമായിട്ട് നീക്കം ചെയ്യാം? പല ആളുകളും നൂലിട്ട് കെട്ടുക, മുടിയിട്ട് കെട്ടുക, ഇങ്ങനെയൊക്കെ ഇത് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന കാണാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇതിൽ ഇൻഫെക്ഷൻ വരാനും നല്ല രീതിയിൽ വേദനയും നീരും പഴുപ്പും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സുരക്ഷിതമായി ഇതൊരു സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നീക്കം ചെയ്യാവുന്നതാണ്. അതിന് പല മെത്തേഡുകളുണ്ട്. പ്രധാനമായിട്ടും 2 മെത്തേഡുകളിലാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രോ കോട്ടറി, അതായത് കറണ്ട് ഉപയോഗിച്ച് ഈ ഒരു സ്കിൻ ടാഗ് കരിച്ചു കളയുന്നത്. അപ്പോൾ ഇതിന് വേദന വരാതിരിക്കാനായിട്ട് ഒന്ന് തൊലി മരവിപ്പിച്ചെടുക്കാറുണ്ട് ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ്. വലിയ സ്കിൻ ടാഗുകൾക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷനായിട്ട് അനസ്തേഷ്യ കൊടുക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ക്രീമായിട്ട് അപ്ലൈ ചെയ്താലും മതി. ഇനി രണ്ടാമത്തെ ഒരു രീതി ക്രയോതെറാപ്പിയാണ്. ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇലക്ട്രോ കോട്ടറിയുടെ. അതായത് ഫ്രീസിങ് ടെമ്പറേച്ചർ ഉപയോഗിച്ച് ഇത് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. ഇതിന് അനസ്തേഷ്യ ഒന്നും വേണ്ട. പക്ഷെ കൂടുതലായിട്ടും ഇലക്ട്രോ കോട്ടറി എന്ന രീതിയിലാണ് ഈ സ്കിൻ ടാഗുകൾ എടുക്കാറ്. അപ്പോൾ സ്കിൻ ടാഗുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം പരിഹരിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.